ഹലോ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും അരുണാചൽ മല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നെയ്ച്ചോറാണ്. ഒരു ചെറിയ സീക്രട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി നെയ്ച്ചോറ് കിട്ടും. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടൊരു ചെരുവം വെക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കുക. അതിനുശേഷം ഹോൾ ഗരം മസാല ചേർക്കുക. പട്ട, ഏലക്കായ, ഗ്രാമ്പു, സ്റ്റാർ അനീസ്, ഏലക്കായ എന്നിവ ചേർത്ത് അതൊന്ന് പൊട്ടിക്കുക. അതിനുശേഷം 1 സബോള അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. അതിൻ്റെ കളറൊന്നും മാറാൻ നിൽക്കരുത്. കളറ് മാറിക്കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ കളറ് മാറും. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് നെയ്ച്ചോറിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി. നമ്മളിത് ചേർക്കുമ്പോൾ നെയ്ച്ചോറിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ. അത് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വെള്ളം ചേർക്കുക. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് വേണ്ടത്. ഈ അരി ഒരു 20 മിനിറ്റ് നമ്മളൊന്ന് കുതിരാനായിട്ട് വെക്കണം. 20 മിനിറ്റ് കുതിർത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ടാണ് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ചേർക്കേണ്ടത്. കുതിർത്തുന്നില്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വേണം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് പാകത്തിന് ഉപ്പ്, അതുപോലെ ക്യാരറ്റ്, പിന്നെ ചോറൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു 1/2 ലെമൺ ജ്യൂസും കൂടെ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി ചേർക്കുക. അരി ചേർത്ത് കഴിഞ്ഞിട്ട് ആദ്യം തീ നല്ല കൂട്ടിയിടുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ തീ സിമ്മിലാക്കുക. ഒരു 7-8 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ചോറ് വെന്ത് കിട്ടും കേട്ടോ. ആദ്യമൊക്കെ ചോറ് ഇളക്കി കൊടുക്കണം. അവസാനമൊക്കെ ആകുമ്പോൾ ചോറ് വെന്ത് കഴിയുമ്പോൾ അധികം ഇളക്കരുത്, കാരണം ചോറ് ചിലപ്പോൾ പൊട്ടിപ്പോവും. അതിനുശേഷം നമുക്ക് ദമ്മിടാം. ചോറൊക്കെ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ കൊറിയാണ്ടർ ലീവ്സും ചേർത്ത് നല്ലതുപോലെ ഒരു 5-10 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് ദം ചെയ്യാൻ വെക്കുക. ഉള്ളി വറക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാത്ത എല്ലാവർക്കും അറിയുന്നത് കാര്യമായിരിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും ഉള്ളിയൊക്കെ വറുത്തെടുക്കുക. നൈസായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഓയിൽ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെയ്ച്ചോറ് പരിപാടികളൊക്കെ തീർന്നു. പിന്നെ നെയ്ച്ചോറൊക്കെ എപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വെക്കുന്ന ടേസ്റ്റ് കിട്ടുന്ന ഈ കൈമാരി ജീരകശാല അരിയും കൊണ്ടൊക്കെ ഉണ്ടാക്കണം. ഞാനിതിവിടെ ബസ്മതി അരിയും കൊണ്ടാണ് ഉണ്ടാക്കിയത്. കാര്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൈമ റൈസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ബസ്മതി റൈസിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിച്ച് വന്നത് കാരണം കൈമ റൈസിനോട് കുറച്ചൊരു ഇഷ്ടക്കൂടുതലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാ സാധനങ്ങളും ചേർത്ത് ദം ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും പിന്നെ ഒരു 1/2 മണിക്കൂറൊക്കെ അങ്ങനെ വെച്ചു. അതിനുശേഷം ആ മൂടി അങ്ങോട്ട് തുറന്നപ്പോൾ എന്തോരം മണമായിരുന്നു നെയ്യുടെയും. അടിപൊളിയായിരുന്നു കേട്ടോ ഈ നെയ്ച്ചോറ്. മണം തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ റൈസ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് സെർവ് ചെയ്യുക. ഞാനിവിടെ ചിക്കൻ റോസ്റ്റിൻ്റെ ഒപ്പമാണ് നെയ്ച്ചോറ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറ്, അതുപോലെ പപ്പടം ഉണ്ടെങ്കിൽ നല്ലതാണ്, സാലഡ്, പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ, പുതിനയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി, അങ്ങനെയൊക്കെ എല്ലാം കൂടെ സെർവ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. ഞാനിവിടെ സാലഡും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടായിരുന്നത്. ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുള്ള റോസ്റ്റ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കാണാൻ തന്നെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി നമ്മുടെ ഗീ റൈസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും നെയ്ച്ചോറിൻ്റെ കാര്യത്തിൽ പുലികളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? ഇഞ്ചിയും വെളുത്തുള്ളി പെരുംജീരകവും ഒക്കെ ചതച്ചിട്ടിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് എന്തായാലും നെയ്ച്ചോറോ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും ഷെയറും ഒക്കെ എനിക്ക് തരണേ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ പിന്നെയും കാണാം. ഓക്കെ, ബൈ ബൈ.